ഹലോ, നമസ്കാരം. ഞാൻ തിരുമൂലർ യോഗസിദ്ധപീഠം ശിവയോഗി ശിവരാജൻ സംസാരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് തിരുമൂലർ യോഗ ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം, അതായത് നാളമില്ലാതെ ചുരപ്പികൾ, ഡക്ട്ലെസ് ഗ്ലാൻസ് എന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ ദേഹത്തിരിക്കുകയാണ്. പീനിയൽ ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈമസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, അഡ്രീനൽ, പ്രോസ്റ്റേറ്റ്, ഓവറി, ടെസ്റ്റസ്, ഇങ്ങനെ നമ്മുടെ ദേഹത്ത് ഒരുപാട് ഗ്ലാൻസ് ഇരിക്കുകയാണ്. ഇതിനെയൊക്കെ ഡക്ട്ലെസ് ഗ്ലാൻസും പറയും. ഇതൊരു നെറ്റ്വർക്ക്. ഈ ഡക്ട്ലെസ് ഗ്ലാൻസ് കെമിക്കൽ സിഗ്നൽസ് നമ്മുടെ ദേഹത്ത് ബ്ലഡ് സ്ട്രീം വഴിയായിട്ട് അയക്കുകയാണ്. ഇത് നല്ലവണ്ണം செயல்பட்டாൽ ഒരു അസുഖം വരില്ല. സപ്പോസ് അസുഖം വന്നാൽ പോലും ഇതിനെയൊക്കെ ശരിയായിട്ട് செயல்படுത്തിയാൽ അസുഖങ്ങൾ വേഗം മാറും. ഇതൊക്കെ യോഗാഭ്യാസത്തിലും കൂടെ നടക്കുകയാണ്. ഈ തിരുമൂലർ യോഗയിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, ധ്യാനം, അതിൻ്റെ കൂടെ ഈ ഗ്ലാൻസിനെ നമുക്ക് ശരിക്ക് செயல்படுത്താൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഈ ഡക്ട്ലെസ് ഗ്ലാൻസ് നമ്മുടെ ഈ 6 ആധാരം പ്ലസ് സഹസ്രാരം 7 ആധാരം ഇണയായിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ യോഗാഭ്യാസം ചെയ്ത് ഈ ആധാരങ്ങളെ നമ്മൾ വന്ന് ചക്രമായിട്ട് മാറ്റും. സാധാരണക്കാരിൽ ആധാരങ്ങൾ ഉണ്ടാവും, പക്ഷേ ഇതിനെ വന്ന് ചക്രങ്ങളായി മാറ്റിയ ഒരു എനർജി ഫ്ലോ ഉണ്ടാവും. ആധാരങ്ങൾ സാധാരണമായിട്ട് നമ്മുടെ ആധാരങ്ങളെ പറയുമ്പോൾ 4 ഇതൾ താമര, 6 ഇതൾ താമര, 10 ഇതൾ, 12 ഇതൾ, 16, 2 ഇങ്ങനെയൊക്കെ നമ്മൾ പറയുകയാണ്. ഈ താമര ഇതൾ എന്ന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ സൂര്യനെ കണ്ടാൽ താമര, സൂര്യൻ ഏത് കിഴക്ക് ഇരുന്നാൽ കിഴക്ക് നോക്കിയിരിക്കും, ഉച്ചയ്ക്ക് നേരെ ഇരിക്കും, വൈകുന്നേരം ആകുമ്പം താമര മേക്ക് നോക്കി തിരിഞ്ഞ് നിൽക്കും. കാരണം വെച്ചാൽ ഈ സൂര്യനെ നോക്കിയിരിക്കുന്നത്. ഇതുപോലെ ഈ ഗ്ലാൻസ് നമ്മുടെ 6 ആധാരങ്ങൾ കുണ്ടലിനി ശക്തി മൂലാധാരത്തിരിക്കുമ്പോൾ എല്ലാം കവിളുന്ന നിലയിലിരിക്കും. യോഗാഭ്യാസം ചെയ്ത് ഒவ்வொரு ആധാരമായി ആക്ടിവേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ആധാരങ്ങൾ മുകളിലോട്ടും മാറി വരും. അങ്ങനെ മാറി വരുമ്പോൾ അതിനെ ചുറ്റി ഒരു എനർജി ഫ്ലോ ഉണ്ടാവും. ഈ എനർജി ഫ്ലോ എന്ന് പറയുന്നത് ഈ എനർജി ഒന്ന് സൂക്ഷ്മമായിട്ടുള്ള എനർജി. ഇത് കാസൽ എനർജി, അതായത് കാസ്മിക് എനർജി എന്ന് പറയും. ഇത് നമ്മുടെ ആസ്ട്രൽ ബോഡിയിലാണ് ഓടുന്നത്. ഈ ആസ്ട്രൽ ബോഡിയിൽ നമ്മൾ ഓടുന്ന എനർജി ഒவ்வொரு ആധാരത്തിനെ ചുറ്റി ശരിക്കും ഓടുമ്പോൾ ഈ ആസ്ട്രൽ ബോഡിയിൽ കറസ്പോണ്ടായുള്ള നമ്മൾ ഫിസിക്കൽ ബോഡിയിൽ ഇരിക്കുന്ന ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് ആക്ടിവേറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഇത്. ആസ്ട്രൽ ബോഡിയിൽ ഏർപ്പെടുന്ന എനർജി ഫ്ലോ ഫിസിക്കൽ ബോഡിയിലും ഏർപ്പെടും. അപ്പോൾ ഫിസിക്കൽ ബോഡിയിലാണ് ഈ ഗ്ലാൻസ് ഒക്കെ ഇരിക്കുന്നത്. ഈ എനർജി, കോസ്മിക് എനർജി, അങ്ങനെ ദേഹത്ത് വരുമ്പോൾ ഒന്നൊന്നായിട്ട് செயல்படும். ഫോർ എക്സാമ്പിൾ, മൂലാധാരത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ ടെസ്റ്റസ്, ഗോണോട്സ് ഇതൊക്കെ നല്ല വർക്ക് ചെയ്യും. ഇമ്പോർട്ടൻസിയൊക്കെ കാരണം ഈ ടെസ്റ്റസ് മറ്റേ വടിയായിട്ട് മൂലാധാരമൊക്കെ ശരിക്കും ഫങ്ഷൻ ആകാത്തത് കൊണ്ടാണ്. ഇതിനെ നമ്മൾ മൂലാധാര ധ്യാനം ചെയ്തും മൂലാധാര ആക്ടിവേഷൻ മന്ത്രങ്ങൾ പറഞ്ഞ് ആക്ടിവേഷനും ചെയ്യുമ്പോൾ ഈ ഗ്ലാൻസ് നന്നായിട്ട് വർക്കാവും. അപ്പോൾ സെമൻ പ്രൊഡക്ഷൻ, സെമൻ്റെ ലൈഫ് ഫോൾസ്, ഇപ്പോൾ ഒരുപാടൊക്കെ ബിന്ദു ലൈഫില്ല, ബിന്ദു എണ്ണിക്ക കുറവായിരിക്കുന്നതൊക്കെ പറയുന്നതൊക്കെ ശരിയാവും. ഇതിൻ്റെ അടുത്തപടിയായിട്ട് സ്വാധിഷ്ഠാനം എന്നുള്ള ചക്രം ശരിക്ക് செயல்படுമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് നന്നായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ ഓവറീസ് ഇപ്പോൾ എന്ന് വെച്ചാൽ നിറയെ പേർക്ക് സ്ത്രീകൾക്കും ഗർഭമാകാതെയുള്ള പ്രശ്നമൊക്കെ ഇരിക്കാൻ കാരണം ഈ ഓവറി പ്രശ്നമാണ്. അപ്പോൾ ഈ ഓവറിയൊക്കെ നല്ല രീതിയിൽ செயல்படும் ഈ സ്വാധിഷ്ഠാന ചക്രം ആക്ടിവേറ്റ് ആയാൽ. ഇതിനെ നമ്മൾ സ്വാധിഷ്ഠാന ചക്രം ആക്ടിവേറ്റ് ധ്യാനം വഴിയായിട്ടും അതിന് മന്ത്രങ്ങളുണ്ട്, അതൊക്കെ ആക്ടിവേറ്റ് ചെയ്യും. അതിൽ ഈ കുണ്ടലിനെ കൈകൊണ്ട് വിരലുകൊണ്ട് ഉണർത്തിയും ഇതിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ ഈ
ഇമ്പോർട്ടൻസ് ലേഡീസിന് വന്ന് കൊച്ചില്ലാതിരുന്നാൽ അവിടെ ഗർഭപ്പைയും ഓവറീസൊക്കെ നല്ല ഫങ്ഷൻ ചെയ്യും. അപ്പോൾ വന്ന് ഗർഭമുണ്ടാകും. ഇപ്പോൾ അതിൻ്റെ അടുത്തപടിയായിട്ട് നമ്മൾ ഇരിക്കുന്നത് മണിപൂരകം. ഈ മണിപൂരകം ആക്ടിവേറ്റ് ആകുമ്പോഴാണ് അതിനെ ചുറ്റി ഒരു എനർജി ഫ്ലോ ഉണ്ടാകും. അപ്പോൾ എനർജി ഫ്ലോ ഉണ്ടാകുമ്പോൾ അഡ്രീനൽ നല്ലതായിട്ട് ഫങ്ഷൻ ആവും. ഈ അഡ്രീനൽ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് ഷുഗർ ആൻഡ് പ്രഷർ കൺട്രോൾ വരും. അതുമാതിരി ഡീപ്പ് ബ്രീത്ത്, നമ്മുടെ ശ്വാസം നന്നായിട്ട് നടക്കാനും ഇതിനൊക്കെ ഈ അഡ്രീനൽ ഗ്ലാൻഡ് ഉതകും. അതുപോലെ സഡൻ റിലീസ് ഓഫ് എനർജി, അതായത് സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഫൈറ്റ് സിറ്റുവേഷൻ വരുമ്പോൾ കൂടെ ഈ അഡ്രീനലാണ് ശരീരം നമുക്ക് എനർജിയെ റിലീസ് ചെയ്യും, നമ്മുടെ ദേഹത്തെ സ്ട്രോങ് ചെയ്യും. ആ എമർജൻസിക്ക് ഏറ്റവാറ് നമ്മുടെ ദേഹത്തെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ അഡ്രീനൽ ഗ്ലാൻഡാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആധാരം ആക്ടിവേറ്റ് ആകുമ്പോൾ ഈ അഡ്രീനലിൻ ഫങ്ഷൻ നല്ല സൂപ്പറായിട്ട് ഇരിക്കും. അതും ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ്. അതിൻ്റെ അടുത്തപടിയായി തൈമസ്, അതായത് അനാഹത ചക്രം നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തൈമസ് എന്നൊരു ഗ്ലാൻഡ് ഉണ്ട്, അത് വർക്ക് ചെയ്യും. ഈ തൈമസ് എന്നുള്ള ഗ്ലാൻഡ് നന്നായിട്ട് വർക്ക് ചെയ്താൽ സ്നേഹം, ഈ മനുഷ്യൻ നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് മേലും മറ്റപടിയായിട്ട് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്കും പണിയെടുക്കുന്നവർക്കും എല്ലായിടത്തും ഒരു സ്നേഹം ഉണ്ടാവും. ഈ സ്നേഹം വളർന്ന് കാരുണ്യമായി മാറി സകല ജീവരാശികളുടെ പുറത്തും ഈ നമ്മുടെ സ്നേഹം പതിവാകും. ഉദാഹരണമായിട്ട് നായി, പൂച്ച, ഇതുപോലെ പട്ടി, പൂച്ച, ഇതേമാതിരിയുള്ള മൃഗങ്ങൾ മേത്, എല്ലാ ഈവൻ താവരങ്ങളുടെ മേത് കൂടെ നമുക്ക് സ്നേഹം ഉണ്ടാവും. ഈ തൈമസ് ഗ്ലാൻഡ് അതിലായിട്ട് ആക്ടിവേറ്റ് ചെയ്താലേ ഇത് സാധിക്കും. അത് അനാഹത ചക്രത്തിൽ എനർജി ഫ്ലോ ഉണ്ടാകുമ്പോൾ ഈ തൈമസ് ഗ്ലാൻഡ് നന്നായിട്ട് വർക്കാവും. അതുമാത്രമല്ല ഹാർട്ട് അറ്റാക്ക് ഒന്നും വരില്ല, ഈ സ്ട്രെസ്സ് ഇതൊക്കെ വരില്ല. ഇതിൻ്റെ അടുത്തപടിയായിട്ട് ഉള്ളതാണ് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വിശുദ്ധ ചക്രം. ഈ വിശുദ്ധ ചക്രത്തിന് പാരലായിട്ട് ഇരിക്കുന്നതാണ് ഈ തൈറോയിഡ് ആൻഡ് പാരാതൈറോയിഡ്. ഇന്ന് ഒരുപാട് പേര് കൊളസ്ട്രോൾ പ്രോബ്ലം ഉണ്ട്. ഈ കൊളസ്ട്രോൾ പ്രോബ്ലമൊക്കെ തൈറോയിഡ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്താൽ കൊളസ്ട്രോൾ ക്ലിയർ ആവും. പാരാതൈറോയിഡ് നന്നായിട്ട് വർക്ക് ചെയ്താൽ ബോൺ, നെർവ്സ് അതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ഈ തൈറോയിഡ് പ്രശ്നമുള്ളവർ പോലും ഈ വിശുദ്ധ ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്താൽ അവർക്ക് വേഗം ഗുണമാവും. ഇന്ന് ഒരുപാട് പേര് യോഗ തെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വേറെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാലും അതിൻ്റെ കൂടെ ഈ പ്രാണായാമം, ധ്യാനമൊക്കെ ചെയ്ത് ഈ വിശുദ്ധ ചക്രത്തെ ധ്യാനിച്ച് അതിനുള്ള മന്ത്രത്തെയും പറഞ്ഞ് ധ്യാനിച്ച് വരുമ്പോൾ ആക്ടിവേറ്റ് ചെയ്താൽ ആ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും. ഇതിൻ്റെ അടുത്തപടി സൈനസ് പ്രോബ്ലം, അതായത് സുഷുമ്ന, അതിൻ്റെ പേരിലായിട്ട് സൈനസ് ഉണ്ട്. ഈ സൈനസ് ഗ്ലാൻഡ്, ഈ സൈനസ് പ്രശ്നമുള്ളവർക്കും ഈ ധ്യാനം ഇതൊക്കെ ചെയ്ത് സുഷുമ്ന ഓപ്പൺ ചെയ്താൽ ആ സൈനസ് പ്രോബ്ലം ക്ലിയറായി കിട്ടും. ഇതുകൊണ്ട് ധ്യാനം കൊണ്ട് ഈ സൈനസ് പ്രോബ്ലം ഇരിക്കുന്നവരെയും ധ്യാനം ശരിക്കും വരില്ല. അതുകൊണ്ട് ഈ ധ്യാന പരീക്ഷ ചെയ്യുന്നവരും ആക്ടിവേറ്റ് ചെയ്ത് ഈ സൈനസ് ആദ്യം ക്ലിയർ ചെയ്താൽ മാത്രമേ അവർക്ക് മേൽനില അടയാൻ ഒക്കും. ഇതിൻ്റെ അടുത്തപടിയായിട്ട് അകത്തിരിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് പീനിയൽ ഗ്ലാൻഡ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് പീനിയൽ ഗ്ലാൻഡിൻ്റെ ഉള്ള വിശേഷം എന്തെന്ന് വെച്ചാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ദി മാസ്റ്റർ ഗ്ലാൻഡ്. അതായത് മറ്റ് എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഗ്ലാൻഡാണ്. ഇതിലൊരു മെൻ്റൽ ക്ലാക്ക് എന്നുണ്ട്. മെൻ്റൽ ക്ലാക്ക് എന്ന് വെച്ചാൽ ഈ ഒരു കിഡ്നി ഇത്ര നേരം വർക്ക് ചെയ്താൽ അടുത്ത കിഡ്നി വർക്ക് ചെയ്യണം, എന്നാലേ ഇന്നൊരു കിഡ്നി റെസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഈക്വൽ സമയം അതിന് വർക്ക് ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും അതിന് വന്ന് കമാൻഡ് കൊടുക്കുന്ന ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഇത് മെൻ്റൽ ക്ലാക്ക് എന്നും പറയും. ഇങ്ങനെ എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്ത് കെമിക്കൽ സിഗ്നൽസ്, ഈ സെക്രീഷൻസ് നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ട് ഒരു കോമ്പിനേഷൻ ചെയ്ത് അയക്കുന്നതും ഈ പീനിയൽ ഗ്ലാൻഡ്, ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ശരിക്കും ഫങ്ഷൻ ചെയ്താൽ ഒരുപാട് അസുഖങ്ങളൊന്നും വിടുവിടാം. എൻ്റെ അടുത്തപടിയായിട്ട് പീനിയൽ ഗ്ലാൻഡ്. ഈ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇമ്മ്യൂണിസ്റ്റിക് പവർ ഉള്ളതാണ്. ഈ പീനിയൽ ഗ്ലാൻഡ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഹൈപ്പോതലാമസ് നമ്മുടെ ദേഹത്തിന് എന്തോന്ന് റിക്വയർമെൻറ്റ്, ദേഹം ഏത് കണ്ടീഷനിലിരിക്കുകയാണ്,
അതിന് എങ്ങനെ ഒരു എനർജി ഫോർമുല അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല സെക്രീഷൻ വേണമെന്ന് ഐഡിയ കൊടുക്കും. അതിൽ നിന്ന് റിപ്പോർട്ട് എടുത്തിട്ട് അതിനാവശ്യമുള്ള കെമിക്കൽ സിഗ്നൽ വന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് செயல்படுത്താൻ വേണ്ടി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഫ്രണ്ട് ഏരിയ, നടു ഏരിയ, ബാക്ക് ഏരിയ ഒക്കെ ഇത് ഈ പിനിയൽ ഗ്ലാൻഡ് കമാൻഡ് കൊടുക്കുമ്പോൾ അത് കണക്കാക്കിയത് എല്ലാ ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷനെ കോർഡിനേറ്റ് ചെയ്യും. ഇതിൻ്റെ അടുത്തവിടെ ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസാണ് നമ്മുടെ ബോഡി റിക്വയർമെൻറ്റ്സ്, ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ള പീനിയൽ ഗ്ലാൻഡിന് റിപ്പോർട്ട് കൊടുക്കും. ഇങ്ങനെ ഇത് വന്ന് ഹൈപ്പോതലാമസ് ഫിസിക്കൽ ബോഡി ആൻഡ് പീനിയൽ ഗ്ലാൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നു. അതേമാതിരി പീനിയൽ ഗ്ലാൻഡ് വന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ഹൈപ്പോതലാമസിന് വന്ന് കോർഡിനേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ നമ്മുടെ സഹസ്രാര പത്മത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് പീനിയൽ ഗ്ലാൻഡ് ആൻഡ് ഹൈപ്പോതലാമസ് ഇതൊക്കെ കൺട്രോളിൽ വരും. ഇങ്ങനെ കൺട്രോൾ വരുമ്പോൾ മാക്സിമം അസുഖങ്ങളൊക്കെ മാറും. ഇപ്പോൾ കാരണം വെച്ചാൽ ഈ യോഗയിൽ കൂടെ ഇത് മരുന്നില്ലാതെ വൈദ്യമാണ്. അതുകൊണ്ട് ആർ വേണമെങ്കിലും ധൈര്യമായിട്ട് ചെയ്യാം. അതേസമയം ഇപ്പോൾ അലോപ്പതി മെഡിസിനൊക്കെ സൈഡ് എഫക്റ്റൊക്കെ ഒരുപാട് ഉണ്ട്. അങ്ങനെ ഈ സൈഡ് എഫക്റ്റുള്ള മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് ഇതിനെ കൂടെ എക്സ്ട്രാ ചെയ്താൽ ഇത് വേഗം ക്യൂർ ആകും. അതുകൊണ്ട് ഇപ്പോൾ വന്ന് യോഗ വന്ന് ഒവ്വൊരു വീടുകളിലും ആവശ്യമുള്ളതായിട്ട് തീരുകയാണ്. അതുമാതിരി സ്ട്രെസ്സ്, ഈ എല്ലാ ഗ്ലാൻഡ്സും നല്ല വർക്ക് ചെയ്താൽ സ്ട്രെസ്സ് റിലീസാവും. അപ്പോൾ സ്ട്രെസ്സാണ് ഇന്ന് മാക്സിമം പ്രോബ്ലം, അതൊക്കെ റിലീസാവും. അതുപോലെ മെയിനായിട്ട് ഇപ്പോൾ ഡയാബറ്റിക്സ് വരുന്നതും ഇൻസുലിൻ സെക്രീഷൻ എല്ലൊക്കെ ഈ എൻഡോക്രൈൻ സിസ്റ്റം നന്നായിട്ട് ഫങ്ഷൻ ചെയ്താൽ അതും കൺട്രോളിൽ വരുന്നുണ്ട്. നമ്മൾ വന്ന് ഓരോരുത്തരുടെ ആവശ്യത്തിനായിട്ട് പ്രാക്ടീസ് ഏജിനും ഇതിനൊക്കെ വേണ്ടി ഒരു ഫോർമുല ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. അതുമാത്രമല്ല ഒவ்வொரு ആധാരങ്ങൾ ശരിക്കും ഫങ്ഷൻ ചെയ്തില്ല അത് ആക്ടിവേറ്റ് ചെയ്തും കൊടുക്കുന്നു. ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഞാൻ വന്ന് ക്യാമ്പ് നടത്തിയാണ്. നമ്മുടെ mystictirumoola@gmail.com, mysticthirumoola@gmail.com, നമ്പർ 9486677366. ആവശ്യമുള്ളവർ തുടരുക. നന്ദി, നമസ്കാരം.